മുക്കം വലിയ പറമ്പിൽ വാൻ വൈദ്യുതി പോസ്റ്റിലിടിച്ചാണ് അപകടമുണ്ടായത്. മലപ്പുറം വേങ്ങര സ്വദേശികളാണ് വാഹനത്തിലുണ്ടായിരുന്നത്. വാൻ വൈദ്യുതി പോസ്റ്റുകളിലും തൊട്ടടുത്ത കടയുടെ മേൽക്കൂരയുടെ കാലിലും ഇടിച്ചാണ് നിന്നത്. അമിതമായ സ്പീഡിൽ വന്നിട്ടാണ് ഇത് ഇടിക്കുന്നത്. രാത്രിയിൽ കാറ്ററിംഗ് സർവീസ് കഴിഞ്ഞ് വന്ന ഈ കല്യാണ പാർട്ടിയാണ് ഇതിൽ വെപ്പുകാരാണെന്നാണ് പറഞ്ഞത്. വേങ്ങരയുള്ള സ്വദേശികളാണ്. ഉറങ്ങിപ്പോയതാണ് സംഭവം. പരിക്ക് ചെറിയ പരിക്കുള്ളൂ, കൂടുതൽ വലിയ പരിക്കുകളൊന്നുമില്ല. പിന്നെ ഈ റോഡ് നിരന്തരം ആക്സിഡന്റ് നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാൾ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതേപോലെ ഓട്ടോറിക്ഷ ഇടിച്ച് അപകടങ്ങൾ, ബൈക്കിന് ഇടിച്ച് അപകടങ്ങൾ, നിരന്തരം അമിത സ്പീഡ് തന്നെയാണ് മിക്കവാറും അപകടങ്ങൾക്ക് കാരണം. രാഹുൽ കെ വി ഉണ്ട്. രാഹുൽ, ഇത് വണ്ടി കണ്ടു കഴിഞ്ഞാൽ ഇത് എന്ത് സ്പീഡിനാണ് വന്നത്? പോയി ഇരിക്കുന്ന കണ്ടാൽ പരിക്കുള്ളൂ എന്ന് കേൾക്കുമ്പോൾ അത്ഭുതമാണ്. ദിവിഷ, തീർച്ചയായും 3 യാത്രക്കാരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ആ വണ്ടിയുടെ പരുവം കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഭാഗ്യം കൊണ്ട് 3 പേരും നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നതാണ്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയാണ്. ഈ പാതയിൽ നിരന്തരം തുടർച്ചയായ അപകടങ്ങൾ ഉണ്ടാകുന്നതാണ്. യാത്രക്കാരും അതുപോലെ നാട്ടുകാരും പരാതിപ്പെടുന്നതാണ്. പാതയുടെ നവീകരണത്തിന് ശേഷമാണ് വാഹനാപകടങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ ഒരു സംഭവം വാഹനത്തിന്റെ അമിത വേഗതയാണ് അപകടത്തിന് കാരണം. അത് നിയന്ത്രണം നഷ്ടപ്പെട്ട് വൈദ്യുത പോസ്റ്റുകളിൽ ഇടിക്കുകയായിരുന്നു. ഒരു പോസ്റ്റ് പൂർണ്ണമായും തകർന്നു, മറ്റൊന്ന് ഭാഗികമായും. പിന്നീട് തൊട്ടടുത്ത കടയുടെ മേൽക്കരയുടെ തൂണിലും കൂടി ഇടിച്ചാണ് ഈ വാഹനം നിന്നതെന്നാണ്. അതിലും നാട്ടുകാർക്ക് ചേർന്ന് രക്ഷാപ്രവർത്തനവും നടത്തി. അവർ 3 പേരും ആശുപത്രിയിൽ ചികിത്സയും തേടിയിട്ടുണ്ട്. ഇതിനൊപ്പം തന്നെ ഈ സംസ്ഥാന പാതയുടെ നവീകരണത്തിന് ശേഷം അപകടങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നു. അതിൽ നടപടി വേണമെന്നുകൂടി തുടർച്ചയായി ആ പ്രദേശവാസികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അമിത വേഗം തന്നെയാണ് ഇവിടെയും പ്രശ്നമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം ഇപ്പോൾ രാഹുൽ പറഞ്ഞ അവസാനിപ്പിച്ചു, അതായത് പാതയുടെ നവീകരണത്തിന് ശേഷം അപകടങ്ങൾ കൂടുന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലുണ്ടായ അപകടത്തിൽ ജനീഷ് കുമാർ MLA പറഞ്ഞതും അതാണ്. അവിടെ ഈ റോഡ് നന്നാക്കിയതിനു ശേഷം അപകടം കൂടുന്നു എന്ന് നാട്ടുകാർ നോക്കിയാണ്. സ്ഥലത്തിന്റെ കിടപ്പനുസരിച്ചല്ല രൂപരേഖ തയ്യാറാക്കുന്നതെന്നൊരു വിമർശനമൊക്കെ അദ്ദേഹം ഉന്നയിച്ചിരുന്നു. റോഡുകൾ നന്നാക്കുന്ന നമുക്ക് വേഗത്തിൽ എത്താനാണ്. പക്ഷെ ആ വേഗത്തിനെ കുറിച്ച് നമുക്ക് കൂടി ഒരു ബോധ്യം, ബോധത്തോടെ വേണം വാഹനം ഡ്രൈവ് ചെയ്യാൻ എന്നതാണ് പ്രധാനപ്പെട്ട. ഇപ്പോൾ ഭാഗ്യം കൊണ്ട് മാത്രമെന്ന് നമുക്ക് പറയാം. അത് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ നമ്മൾ പേടിപ്പെടുത്തുകയാണ്. അപ്പോൾ അശ്രദ്ധയാണ്, അമിത വേഗമാണ് ഉണ്ടാകുന്ന അപകടങ്ങളിൽ പലതും വരുത്തിവെക്കുന്ന അങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ തന്നെ സ്വയം ഓർത്താൽ മാത്രം മതി.